സർ, ഇന്ത്യയിൽ തുർക്കിയുടെ അംബാസഡറെ വിളിച്ചു വരുത്തി നമ്മൾ വാൺ ചെയ്തിരിക്കുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ തൊയ്ബ് എർദോഗൻ കശ്മീർ വിഷയത്തിൽ അനാവശ്യമായി ഇടപെട്ട് വീണ്ടും സംസാരിക്കുന്നു. ഇത് പലതവണയായിട്ടുണ്ട്. ഇത് എന്തായിരിക്കും ഇതിൻ്റെ കാര്യം പുള്ളിയുടെ? അതായത് എർദോഗൻ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ സന്ദർശനം നടത്തുമ്പോൾ കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അതെ. പക്ഷെ അങ്ങനെയല്ല. ഒരു നമ്മുടെ ആഭ്യന്തര നയത്തിൽ കടന്നു കയറിക്കൊണ്ട് ഒരു ഇടപെടൽ കശ്മീരിനെ പറ്റി പാകിസ്ഥാനിൽ സംസാരിച്ചു എർദോഗൻ പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ കശ്മീർ ഇഷ്യൂ ഷുഡ് ബി അഡ്രസ്ഡ് അക്കോർഡിംഗ് ടു ദി UN റെസൊല്യൂഷൻ ത്രൂ ഡയലോഗ് ആൻഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ ഓഫ് കശ്മീർ. ഒരു വരി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം അനുസരിച്ച് വേണം ചർച്ച ചെയ്യേണ്ടത്. കശ്മീർ ജനതയുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് വേണം ആ ചർച്ച പോകേണ്ടത്. ഒരു കാര്യം. രണ്ട്, അവർ സ്റ്റേറ്റ് ആൻഡ് അവർ നേഷൻ ആസ് ഇൻ ദ പാസ്റ്റ് സ്റ്റാൻഡ്സ് ഇൻ സോളിഡാരിറ്റി വിത്ത് അവർ കശ്മീർ ബ്രദേഴ്സ് ടുഡേ. അതായത് എൻ്റെ രാജ്യം തുർക്കി, ആ തുർക്കി കശ്മീരിലെ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിൽക്കുന്നു. അതാണ് ഒരു പ്രകോപനപരമായ ഒരു കാര്യം അല്ലേ? ആ പ്രകോപനപരമായ വർത്തമാനമാണ് കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിൽ എർദോഗൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തുർക്കിയുടെ സ്ഥാനപതിയെ വിളിച്ചിട്ട് ഡിമാർഖെ എന്ന് പറയും, നയതന്ത്ര രീതിയിൽ താക്കീത് ആണ്. മേലാൽ ഈ പരിപാടിയായിട്ട് ഇറങ്ങരുത് എന്ന് പറയുന്ന പരിപാടിയാണത്. വിളിച്ച് നമ്മളത് ചെയ്തിട്ടുണ്ട്. തുർക്കി സ്ഥാനപതിക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിദേശ വക്താവ് ഈ പ്രശ്നം പരാമർശിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു, തുർക്കിക്ക് എർദോഗനും ചരിത്രമൊന്നും അറിഞ്ഞുകൂടാ, നയതന്ത്രവും അറിയില്ല. സത്യമാണല്ലോ, ഇങ്ങനെയൊന്നും വർത്തമാനം പറയില്ലല്ലോ ആരും. ഭൂതകാലത്തെ വളച്ചൊടിക്കുകയാണ് എർദോഗൻ ചെയ്തത്. വർത്തമാനകാലത്തിൻ്റെ സങ്കുചിത ചിത്രം വരയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നമ്മുടെ വിദേശകാര്യ വക്താവ് പറഞ്ഞതാണ്. അപ്പോൾ തുർക്കി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുകയാണ്. ഇതിന് തുർക്കിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് കരിനിഴൽ വീഴ്ത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ അസർബൈജാനും ഇടയ്ക്കിടയ്ക്ക് വർത്തമാനം പറയാറുണ്ട്. ഖമനേയും പറഞ്ഞിട്ടുണ്ട്. ഈ പലസ്തീൻ ജനതയുടെ കാര്യം പോലെ തന്നെയാണ് കശ്മീർ ജനതയുടെയും എന്ന് ഖമനേയും പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കശ്മീർ പ്രശ്നം സംസാരിക്കുന്ന രാജ്യമാണിപ്പോൾ തുർക്കി. അത് ഏറ്റവും കൂടുതൽ ഈ ചൊറിച്ചിൽ എർദോഗന് വന്നിരിക്കുന്നത് ഈ 370-ാം വകുപ്പ് നമ്മളെടുത്ത് കളഞ്ഞല്ലോ. അവിടെ നിന്ന് പ്രത്യേക പദവിയും ഒക്കെ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് ഐക്യരാഷ്ട്രസഭയിൽ തന്നെ ഈ സംസാരിക്കുകയുണ്ടായി കാശ്മീരിനെ പറ്റി. 2000 മുതൽ, അതായത് 2000 ആണ്ട് മുതൽ ഈ തുർക്കി ഈ കാശ്മീർ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. 5 കൊല്ലം മുമ്പ്, അതായത് 2019 370 ആർട്ടിക്കിൾ 370 പിൻവലിച്ച് കഴിഞ്ഞിട്ട് ഇസ്ലാമാബാദിൽ എർദോഗൻ എത്തിയിരുന്നു. 5 കൊല്ലം മുമ്പ്. അന്നും ഇസ്ലാമാബാദിൽ കശ്മീർ പ്രശ്നം ഉന്നയിച്ചു. ഇത് 2ാം തവണയാണ് ഇസ്ലാമാബാദിൽ എർദോഗൻ കശ്മീർ പ്രശ്നം ഉന്നയിക്കുന്നത്. അന്ന് ഈ ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കശ്മീർ കാര്യത്തിൽ പാകിസ്ഥാൻ്റെ കൂടെയാണ് തുർക്കി എന്ന് എർദോഗൻ പറഞ്ഞത്. അപ്പോൾ അസർബൈജാനും ഈ സൂക്കേടുണ്ട്, ചൊറിച്ചിൽ. അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് കഴിഞ്ഞ ജൂലൈയിലും സമാനമായ വർത്തമാനം പറഞ്ഞിരുന്നു. അസർബൈജാൻ്റെ വിദേശകാര്യമന്ത്രി ജയ്ഹ്വ ബൈറാമോ ഈ OIC മീറ്റിൽ, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ കൺട്രീസ്, OICയുടെ സമ്മേളനത്തിലും ഈ കശ്മീർ പ്രശ്നം പരാമർശിച്ചു അസർബൈജാൻ. അതുപോലെ ഖമനേയി
മറ്റ് മുസ്ലിങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നു ഇന്ത്യ, പലസ്തീൻ പോലെയാണ് കശ്മീർ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവരാരും ഈ 3 രാജ്യങ്ങളും ചൈനയിലെ ഉയ്ഗർ മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറയില്ല, നടക്കുന്നുണ്ടല്ലോ അടിച്ചമർത്തല്. തടവിലൊക്കെ പിടിച്ചിടുന്നുണ്ട്, ലേബർ ക്യാമ്പുകളിലൊക്കെ ഇടുന്നുണ്ട്, അവിടുത്തെ മോസ്കുകളൊക്കെ അടിച്ച് തകർക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ക്രൂരമായ പീഡനമാണ് അവിടെ നടക്കുന്നത്, അത് അവഗണിക്കുകയും ചെയ്യും. അതെ, അതിനെപ്പറ്റി ഒന്നും പറയില്ല. ഇന്ത്യയെ പറ്റി എന്തും പറയാം, ഇന്ത്യ സഹിഷ്ണുതയോടുകൂടി ഇതെല്ലാം കേട്ടോളും എന്ന് വിചാരിച്ചിട്ടാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ സ്ഥാനപതിയെ വിളിച്ച് ശാസിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ തുർക്കി കുറേ നാളായിട്ട് ഈ ബ്രിക്സ് ഇല്ലേ, ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ, ബ്രിക്സ് കൂട്ടായ്മ, അതിൽ അംഗത്വത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് തുർക്കി. ഇന്ത്യ അത് ഫൗണ്ടർ കൺട്രിയാണ്, സ്ഥാപക രാജ്യമാണ്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് ആ അംഗത്വം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നാറ്റോയിൽ നിന്ന് എടുത്ത് ട്രംപ് കളഞ്ഞോട്ടെ തുർക്കിയെ, നമ്മൾ ബ്രിക്സിൽ പ്രവേശിപ്പിക്കുകയും വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യവും ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ, ബ്രിക്സിൽ തുർക്കിയെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ചൈന ഒക്കെയാണല്ലോ ബ്രിക്സിൻ്റെ സ്ഥാപകർ. അങ്ങനെയാണ് ബ്രിക്സ് എന്നതിന് വന്നത്. പിന്നെ പല രാജ്യങ്ങൾക്കും അംഗത്വം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇറാനൊക്കെ അതിൻ്റെ അകത്ത് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് എന്ന് പറയില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, അതുപോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അസർബൈജാനുമായി നമുക്ക് $1.5 ബില്യൺ കച്ചവടമുണ്ട്. ഈ കച്ചവടമൊക്കെ മൈൻഡ് ചെയ്യാതെയാണ് ഈ വർത്താനം അസർബൈജാനും പറയുന്നത്. ഇന്ത്യയുമായ കച്ചവടത്തിൽ 7ാമത്തെ വലിയ രാജ്യമാണ് അസർബൈജാൻ. എണ്ണ കച്ചവടവും അസർബൈജാനുണ്ട്. അപ്പോൾ എർദോഗൻ മറ്റേ ഷെറീഫ് ഉണ്ടല്ലോ അവിടുത്തെ, ഷഹബാസ് ഷെറീഫ് പ്രധാനമന്ത്രി, അയാളുമായിട്ട് ചർച്ച നടത്തിയ ശേഷമാണ് ഈ ഐക്യരാഷ്ട്ര പ്രമേയം അനുസരിച്ച് വേണം കശ്മീർ ചർച്ചകൾ മുന്നേറാൻ എന്നൊക്കെയുള്ള വർത്തമാനം പറഞ്ഞത്. അപ്പോൾ നമ്മളത് കേട്ടിട്ട് എന്തായാലും വെറുതെ ഇരുന്നില്ല. ഇങ്ങനത്തെ വർത്തമാനങ്ങൾ ഇപ്പോൾ എവിടെ ഉണ്ടായാലും നമ്മൾ വെറുതെ ഇരിക്കാറില്ല. നമ്മളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഇപ്പോൾ ബംഗ്ലാദേശിലും നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇൻ്റർസ്റ്റേറ്റ് ഇൻ്റലിജൻസ് ISI അവിടെ ട്രെയിനിങ് പരിശീലനം ഇപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ ഈ മാസം. ഇപ്പോൾ ഇറാൻ സ്വാഭാവികമായിട്ട് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ്. എന്നിട്ടും ചില സന്ദർഭങ്ങളിലാണ് ഈ ഖമനേയി ഇങ്ങനെ ഈ കാശ്മീരിനെ പോലെ തന്നെ പലസ്തീൻകാരെ പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു ചൊറിച്ചിൽ പോലെ പറയുന്നു. അപ്പോൾ അസർബൈജാൻ ഇന്ത്യയിൽ നിന്ന് പിനാക്ക ഉൾപ്പെടെയുള്ള മിസൈൽ റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനം വാങ്ങുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു ഡീലുണ്ട്. എന്നിട്ടും മാറി നിന്നിട്ട് ഇന്ത്യ ചോദിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KN കുഞ്ഞഹമ്മദ് കുറെ കാലം പറഞ്ഞിരുന്നില്ലേ മുസ്ലിം സ്വത്വം എന്ന് പറഞ്ഞിട്ടൊരു സ്വത്വം ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വത്വവാദം ആണ്. ഒരു മുസ്ലിം രാജ്യത്തിന് ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ കൂടെ ഉണ്ട് കേട്ടോ. അത് പാകിസ്ഥാൻ അതെന്താന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒരുപാട് ആയുധം തുർക്കി വിൽക്കാൻ പോകുന്നുണ്ടല്ലോ. ഇപ്പൊ എർദോഗൻ വരുന്നതിന് മുമ്പ് തുർക്കിയിൽ നിന്ന് ഒരു സംഘമെത്തി ഈ വക വർത്താനമൊക്കെ ഡ്രോൺ മിസൈലൊക്കെ തുർക്കിക്കുണ്ട്. അപ്പോൾ ഈ IMF-ൽ നിന്ന് കുറെ പൈസ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ആയുധം വാങ്ങാനോട്ട് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ IMF-ൽ നിന്ന് കിട്ടുന്നത് വെച്ചിട്ടാണ് ഈ ഭീകരവാദം ഒക്കെ ചെയ്യാനായിട്ട് പാകിസ്ഥാൻ നോക്കുന്നത്. സത്യത്തിൽ അതൊരു രാജ്യമേ അല്ല ഇപ്പോൾ പാകിസ്ഥാൻ. എന്നിട്ടാണ് ഈ ആയുധം വാങ്ങാൻ, ഈ കശ്മീരിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആയുധം വാങ്ങുന്നത് തുർക്കിയിൽ നിന്നാണെങ്കിലും. അപ്പോൾ അതും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യ ഒന്ന് ചൊറിഞ്ഞേക്ക് ഇത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞതായിരിക്കും എർദോഗൻ ചെയ്തത്. അത് അയാൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ. പാകിസ്ഥാനിൽ ഇത് 2ാമത്തെ തവണയാണ് ചെയ്യുന്നത്. 5 കൊല്ലം മുമ്പും പറഞ്ഞിരുന്നു. അപ്പോൾ കൂടുതൽ ഇപ്പം ഇന്ത്യയെ ഒന്ന് ചൊറിഞ്ഞ് കിട്ടിയാൽ ഇവരുടെ ഒരു വ്യാപാരം, ഇവരുടെ വേറെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില വഴിവിട്ട കച്ചവടത്തിന് വേണ്ടി, പിന്നെ മുസ്ലിം സ്വത്വം എന്ന് വരുത്താൻ വേണ്ടി പ്രധാനമായിട്ടും കച്ചവടമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.